നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോട് തുറന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനും നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ഒരാഴ്ച ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് സാവകാശം നൽകി. തീർച്ചയായിട്ടും അത് നമുക്ക് ഏവർക്കും അനുഗ്രഹം, ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 81 സങ്കീർത്തനമാണല്ലോ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. പശ്ചാത്തലത്തിലേക്കൊന്നും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഒരു ചെറിയ ചിന്ത ദൈവങ്ങൾക്കൊട്ട് പങ്കുവെച്ചെൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കതിൻ്റെ 10 വാക്യം ഒന്ന് വായിക്കാം. മതി. ആ സങ്കീർത്തനത്തിൽ പ്രാരംഭം മുതൽ നമ്മൾ കണ്ടുവരുന്നത് ദൈവം അവരെ നടത്തിയ വിധങ്ങൾ, വിടുവിച്ച വഴികൾ വ്യക്തമായിട്ട് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത്. 5 വാക്യത്തിൽ മിസ്രൈം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഈ ജനത്തോട് ദൈവം പറയുന്ന ഒരു പ്രത്യേക പദമാണ് ദൈവം മക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 10 വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. വായ് വിസ്താരത്തിൽ തുറന്നാൽ ദൈവം അതിനെ വിസ്താരത്തിൽ തുറന്നില്ലെങ്കിലോ? നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. വാ വിസ്താരത്തിൽ തുറന്നാൽ നിറയ്ക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ നിറവ് കിട്ടാത്തതിൻ്റെ കാരണം എന്നാ? വിസ്താരത്തിൽ തുറക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുമ്പോഴാണ് നമുക്ക് വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി നിറവേറുന്നത്. ഭാഗികമായി അനുസരിച്ചിട്ട് എനിക്ക് ഫലമുണ്ടായില്ലല്ലോ എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന് ദൈവമല്ല ഉത്തരവാദി. നമുക്കറിയാമല്ലോ, ചില ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം എടുക്കുക എന്ന് പറഞ്ഞ് തന്നു. 2 ദിവസം കഴിച്ചപ്പോഴേ അസുഖം മാറി, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത്രയും കഴിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതേ അർത്ഥത്തിൽ ദൈവം എന്തു പറയുന്നോ നമ്മളതിനെ ലഘൂകരിക്കരുത്. എൻ്റെ സൗകര്യാർത്ഥം അതിനെ കോട്ടി മാറ്റരുത്. വിസ്താരത്തിൽ തുറക്കാൻ പറഞ്ഞാൽ ഞാൻ വിസ്താരത്തിൽ തുറന്നേ പറ്റത്തുള്ളൂ. കാരണം എന്നെ നിറയ്ക്കാനാണ് ദൈവം ഇരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഇറങ്ങും മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ അവിടെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് തുറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ വാക്യത്തിൻ്റെ തുടക്കം ഒന്നുകൂടെ വായിക്കാമോ? മിസ്രൈം ദേശത്ത് നിന്ന് ഇവരെ എവിടുന്നാണ് കൊണ്ടുവന്ന്? മിസ്രൈമിൽ ഇവരെന്തോ ചെയ്യുമായിരുന്നു? കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ട് രാജകീയ ജീവിതമായിരുന്നു. അടിമക്കുടലിൽ കടന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട ജനമാണ്. തൊട്ട് മുകളിൽ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ച് പറയുമ്പോൾ 6 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി. അങ്ങനെയെങ്കിൽ മിസ്രൈമിൽ ഇവരുടെ തോളിൽ എന്തുണ്ട്? ചുമടുണ്ട്, കയ്യിൽ കൊട്ടയുണ്ട്. അവിടെയുള്ള അസംഭാര നഗരങ്ങൾ പണിയേണ്ടതിന് വേണ്ടി, പിരമിഡുകൾ പണിയേണ്ടതിന് വേണ്ടി ഇവരെ കഷ്ടപ്പെടുത്തിയ ഒരു ഫറവോൻ്റെ ആൾക്കാരുണ്ട്. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ദിവസവും തോളിൽ ചുമട്, കയ്യിൽ കൊട്ട. ഇവർക്കത് ഒഴിഞ്ഞൊരു പരിപാടിയില്ല. കഷ്ടപ്പാടിൻ്റെ നാളുകൾ, രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാത്ത അല്ലെങ്കിൽ സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ദൈവം അവരെ വിടുവിച്ച് അവരോട് ദൈവം പറയുകയാണ്, നീ വാ തുറക്കേണ്ടത് നന്മ കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിന്റെ പൂർവ്വകാലം ഓർത്താൽ നിനക്ക് വാ തുറക്കാതിരിക്കാൻ കഴിയത്തില്ല. മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന വിധം ഒന്നോർത്താൽ
ഇന്ന് പകൽ ദൈവമക്കളെ വചനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നലകളിൽ ഞാൻ ആയിരുന്ന അനുഭവത്തിൽ നിന്ന് ഇന്നെന്നെ എത്തിച്ച വിധങ്ങൾ ഓർത്താൽ എനിക്ക് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. യെസ്, ഹല്ലേലൂയ. ആ ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ വാ തുറക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് കാരണങ്ങളേ ഉള്ളൂ. ഒരു പാട്ടുണ്ടല്ലോ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. എനിക്ക് സ്തോത്രം ചെയ്യാൻ കാരണമുണ്ട്. മിസ്രയീം എന്ന ഇരുമ്പൊലയിൽ നിന്നും, ആ അടിമനുഖത്തിൽ നിന്നും, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ചിടത്തു നിന്നും എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെങ്കിൽ ഞാൻ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ മതിയാകത്തുള്ളൂ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്നലെ വിടുവിച്ച വിടുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യാനുള്ള കൃപ തരണമേ. ലഭിച്ച വിടുതൽ വളരെ വലുതാണ്. അവിടെ അന്ന് കഷ്ടപ്പാടിൻ്റെ നടുവിൽ സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. പലപ്പോഴും ഓർക്കണം, രക്ഷപ്പെട്ട ജനത്തിന് സ്തോത്രം കുറഞ്ഞു. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും. ഈജിപ്തിലെ, മിസ്രൈമിലെ പ്രാർത്ഥന അവർക്ക് മരുഭൂമിയിലില്ല. കാരണം ഒത്തിരി പ്രാവശ്യം അവർ വെറുതെക്കുന്നുണ്ട്. എന്തിനാ ദൈവം അവിടെ കുറവ് വരുത്തി? ഒന്നിനും കുറവില്ല, പക്ഷെങ്കിൽ പിറുപിറുപ്പിന് കുറവില്ല. ഇനിയും അവിടെ വിട്ട് കനാനിലെത്തിയപ്പോഴോ ഉള്ള സ്തോത്രം കൂടെ പോയി. കാരണം എല്ലാം കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്തിനാ സ്തോത്രം ചെയ്യുന്നത്? ഇനിയിപ്പോൾ എന്തിനാ ആരാധിക്കുന്നത്? മറക്കരുത്, ഇന്നലകൾ മറന്നു പോകരുത്. വന്ന വഴികളെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. സ്തോത്രം ചെയ്യാൻ ദൈവമക്കളെ നമുക്ക് ധാരാളമുണ്ട്. വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് ഒത്തിരി എണ്ണിയാൽ തീരാത്ത വിധത്തിൽ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ വാ തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യും. വാ തുറക്കേണ്ടിടത്ത് തുറക്കണം, തുറക്കണ്ടാത്തടത്ത് തുറക്കാതെയും ഇരിക്കണം. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? തുറക്കേണ്ടിടത്ത് തുറക്കത്തില്ല, തുറക്കണ്ടാത്തടത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾക്കും കാരണം അതാ. യേശു കർത്താവ് ആ നല്ല മാതൃക നമ്മുടെ ഏത് വിഷയത്തിലും. യേശു സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സംസാരിക്കേണ്ടാത്തടത്ത് യേശുവിനോട് നീ എന്നെ ഒരു വാക്കും മിണ്ടാത്ത എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? നീ എന്നാ പൊട്ടനാണോ? യേശു അവിടെ പൊട്ടനാ. വ്യക്തമായി ദൈവമക്കളെ തിരിച്ചറിയണം. എല്ലായിടത്തും വാ തുറക്കരുത്. എന്നൊന്നുകൂടെ പറഞ്ഞോട്ടെ, തുറക്കേണ്ടടുത്ത് വാ തുറക്കണം. തുറക്കാഞ്ഞതിൻ്റെ തിക്തഫലം താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഇവർ വാ തുറന്നിരുന്നെങ്കിൽ ആ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. 11-ാം വാക്യം വായിച്ചേ. വാ തുറക്കണമെന്ന എൻ്റെ വാക്ക് എൻ്റെ ജനം കേട്ടനുസരിച്ചില്ല. നമ്മളതിൻ്റെ വായിക്കണ്ട, ഇപ്പം വായിക്കണമെന്നില്ല. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഒത്തിരി നന്മ അങ്ങ് പോയി. നന്മ പോയതിൻ്റെ കാരണം എന്നാ? വാ തുറന്നില്ല. അല്ലെങ്കിൽ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ വാക്ക് വാ തുറക്കണമെന്നുള്ള ആ വാക്ക് കേട്ടനുസരിക്കാഞ്ഞ നിമിത്തം സംഭവിച്ചത്, ദൈവം കുറേ നന്മ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അനുഭവിക്കാൻ വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ നന്മ നഷ്ടമായി. അത്രയേ ഉള്ളൂ. ഇന്ന് പകൽ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ പിന്നീട് ഏതെങ്കിലും സമയത്ത് ആ ഭാഗം പറയാം. നെഗറ്റീവ്സിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്തോ ഇവരെന്തോ ചെയ്തിട്ടാ? ഇവരെന്തോ പാപം ചെയ്തു? കൂടുണ്ടല്ലോ. പല നന്മയും മുടങ്ങുന്നത് ഞാൻ ചെയ്ത പാപം നിമിത്തമല്ല. ഞാൻ സ്തുതിക്കേണ്ടടുത്ത് സ്തുതിക്കാതിരുന്നാലും എൻ്റെ ചില നന്മ മുടങ്ങും. ഇന്ന് പകൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം, സ്തുതിക്കേണ്ടിടത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നാൽ എനിക്ക് വേണ്ടി കരുതി വെച്ച ചില നന്മകൾ എനിക്ക് നഷ്ടമാകും. ഒന്നുകൂടെ കടന്നു പറഞ്ഞോട്ടെ, ഇന്നത്തെ ഈ ആരാധനയിൽ എന്നെ അനുഗ്രഹിപ്പാനായിട്ട് ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ അനുഗ്രഹമുണ്ട്. ഞാൻ മൗനമായിരുന്നാൽ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിനെന്തോ നഷ്ടപ്പെടാനാ? ദൈവത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവ്, ആരാധ്യനായ കർത്താവ്, ദൂതസഞ്ചയത്തിൻ്റെ ആരാധന കർത്താവിനുണ്ട്. എൻ്റെ ആരാധന കർത്താവിന് ഇല്ലെങ്കിലും കർത്താവിന് വിഷയമില്ല. ഞാൻ ആരാധിക്കുന്നത് ദൈവം എനിക്കൊരുക്കിയ ചില നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ, അതിലുമുപരി ഇന്നലെ നടത്തിയ വിധങ്ങളെ മറക്കാതെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തോണം.
ദൈവസന്നിധിയിൽ വാ തുറക്കാതിരുന്നാൽ ചിലപ്പം ചിലയിടത്തൊക്കെ വാ തുറക്കേണ്ടി വരും. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ബന്ധു ഒരാളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. ഒരമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുക. അമ്മച്ചിക്ക് ശബ്ദം എടുക്കാൻ വയ്യ, വർത്തമാനം പറയത്തില്ല. വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ആ 2-3 ദിവസം ആ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അമ്മച്ചി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി, നമുക്കറിയാമല്ലോ ചില ഉണർവൊക്കെ കയറുമല്ലോ. പക്ഷേ സാധാരണ കൈയടിക്കുകയോ സ്വോത്രം പറയുന്ന അമ്മച്ചിയല്ല. ഞാൻ ഓർത്ത് മാറ്റം ഉണ്ടായല്ലോ, ഭയങ്കര ഉണർവായി, തൊണ്ട എടുക്കാൻ വയ്യ, ഭയങ്കര ശബ്ദമില്ല. ഞാൻ എന്തോ പറ്റി, ഒന്നും പറയണ്ട മോനെ, ഇന്നലെ വീട്ടിൽ കള്ളം കയറി. ഈ അമ്മച്ചി ഒറ്റയ്ക്ക് താമസം, തൊട്ടടുത്തെങ്ങും വീടുകളില്ല. പിന്നെ അല്പം അകലെ ഒരു റോഡാണ്. ഇന്നത്തെ പോലുള്ള കാലമല്ല, ലാൻഡ് ഫോണോ മൊബൈൽ ഫോണോ ഒന്നുമില്ല. പിന്നെ അലച്ചു പോവുകയുള്ളൂ മാർഗം. കള്ളനും അറിയാം, ലോക്കൽ കള്ളനാണ്, ഹൈടെക് ഒന്നുമല്ല, അവനറിയാം ഈ അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത്. വീടിൻ്റെ പുറവശത്ത് കുറേ റബ്ബർ ഷീറ്റും ഒട്ടുപാലും അതും ഇതുമൊക്കെ കിടപ്പുണ്ട്. ഇത് പറക്കാനാണ് വന്നത്. ശബ്ദം കേട്ടപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി, അമ്മച്ചി അലയ്ക്കാൻ തുടങ്ങി. കള്ളം മാറുമോ? അവനറിയാം അമ്മച്ചി ഇറങ്ങത്തില്ല, ഇതിനകത്ത് നിന്ന് കിടന്ന് അലയ്ക്കത്തേ ഉള്ളെന്നറിയാം. അലച്ചാലോട്ട് ആരും കേൾക്കത്തുമില്ല. തൊണ്ട മുഴുവൻ അമറി കൂവി ബഹളം വെച്ചു. ആര് കേൾക്കാനാ? ഒടുവിൽ കള്ളൻ സാധനം കൊണ്ടങ്ങ് അടുത്ത ദിവസമാണ് ഞങ്ങൾ കാണുന്നത്. ഏതാണ്ട് ആശയം മനസ്സിലായെന്ന് കരുതുന്നു. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അമ്മച്ചി എന്തോ ഇതില്ല, വാ തുറന്നില്ല. പക്ഷെ എവിടെ തുറന്നു? ദൈവമക്കളെ, ഞാൻ കുറ്റപ്പെടുത്തുവോ ആരെയും പേടിപ്പിക്കുകയോ അല്ല. വാ തുറക്കാമെങ്കിൽ പലയിടത്തും വാ തുറക്കാതിരിക്കാൻ കഴിയും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവസന്നിധി വരുമ്പം വാ തുറക്കാൻ കുർബ തരാമെങ്കിൽ വല്ലവരുടെ മുമ്പിൽ നമ്മൾ വാ തുറക്കാതിരിക്കും. വെറുതെ എൻ്റെ ശബ്ദം എടുപ്പിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ അങ്ങ് സ്തോത്രം ചെയ്താൽ മതി. നമുക്ക് ദൈവത്തോട് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ ആരാധനയിൽ ഞാൻ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വാ തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ബാധ്യസ്ഥനാണ്. മിസ്രയീമിൽ നിന്ന് എന്നെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. എൻ്റെ അടിമത്തത്തിൽ നിന്ന്, എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ തന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് സ്തോത്രം ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്നൊരു ഉപകാരം, എന്നെ വാ നിറയ്ക്കാൻ ദൈവം മതിയായവനാണ്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ദൈവം നമ്മളെ നിറയ്ക്കുന്ന നിറവിനെക്കുറിച്ച് ഒരു പ്രത്യേക പദം അവിടെ എഴുതിയിട്ടുണ്ട്. വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അങ്ങനെയെങ്കിൽ വാ തുറന്നാൽ ദൈവം നന്മ കൊണ്ട് എൻ്റെ വായ്ക്ക് തൃപ്തി വരുത്തും. എന്താ ഈ തൃപ്തി വരുത്തുക എന്ന് പറഞ്ഞാൽ, എനിക്ക് മതി എന്നതുപോലെ ദൈവം എന്നെ നിറയ്ക്കാൻ മതിയായവനാണ്. മറക്കരുത്, വാ തുറക്കാൻ തയ്യാറാണെങ്കിൽ മതിയെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നന്മകളാൽ എന്നെ നിറയ്ക്കാൻ മതിയായ ദൈവമാണ്. വിശദീകരണത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വാ തുറന്നാൽ ഉണ്ടാകുന്ന ഗുണം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നാട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം വായിച്ചാലും അദ്ദേഹം ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ചാൽ നല്ലതാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളത്. ആ ഒറ്റ വാക്യം മാത്രം അവസാനിപ്പിക്കാം. മതി. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ വാ തുറക്കുന്നവന് വേണ്ടി സ്വർഗം തുറക്കും. സ്തെഫാനസിൻ്റെ ചരിത്രം നമുക്കറിയാം. ക്രൈസ്തവ സഭയുടെ 1-ാമത്തെ രക്തസാക്ഷി, കർത്താവിന് വേണ്ടി രക്തസാക്ഷി, രക്തം ചൊരിഞ്ഞ് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭക്തൻ. തനിക്കറിയാം മരണമുറപ്പ. മുമ്പിൽ നിൽക്കുന്നവരെ താൻ കണ്ടു. ശൗലിൻ്റെ നേതൃത്വത്തിൽ കല്ലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം, പല്ല് കടിച്ചുകൊണ്ട് ആർത്തു വിളിക്കുന്ന ഒരു കൂട്ടം. ഇതിൻ്റെ നടുവിൽ ഭക്തൻ ചെയ്തൊരു കാര്യം അവിടെ എഴുതിക്കുന്ന, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അങ്ങനെയെങ്കിൽ വാ തുറന്ന് ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ആരാധിച്ചവന് വേണ്ടി ദൈവം സ്വർഗം തുറന്നു.
ഇന്ന് പകൽ ദൈവമക്കളെ ബോധ്യം ഉണ്ടാകണം. കല്ലെടുക്കുന്നവരുടെ മുമ്പിൽ, പല്ല് കടിക്കുന്നവരുടെ മുമ്പിൽ, തകർക്കുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ നീ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം കരേറ്റിയാൽ നിനക്ക് വേണ്ടി തുറക്കുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് പകൽ ആ ബോധ്യത്തോട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പ്രതിസന്ധിയുടെ നടുവിൽ വാ തുറന്ന് ആരാധിപ്പാനുള്ള കൃപ തരണമേ. മറുവശം, കല്ലെടുത്തപ്പം എനിക്കും കല്ലെടുക്കാം, പല്ല് കടിച്ചപ്പം എനിക്കും പല്ല് കടിക്കാം. എന്നാൽ സ്തെഫാനോസ് അത് ചെയ്തില്ല. കാരണം കോപപരവശരായി പല്ല് കടിച്ചപ്പം സ്തെഫാനോസ് എങ്ങനെ ആത്മാവിലായത്? കോപമെന്ന ആത്മാവ് ഡെഡാ, പരിശുദ്ധാത്മാവ് അവിടെ സജീവമാണ്. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമുക്കെതിരെ ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞോണം. അത് നമ്മളിൽ ഉണ്ടായിട്ടാണ്. നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയത്തില്ലല്ലോ. സാധു സുന്ദർ സിംഗിൻ്റെ കഥകൾ ഒത്തിരി പേര് കേട്ട് കാണും. എങ്കിലും ഞാനൊരു സംഭവം ഓർപ്പിക്കാം. ഒരു ദിവസം സാധു സുന്ദർ സിംഗ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നിറയെ മാങ്ങായുമായി നിൽക്കുന്നൊരു മാവിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അനേക കുട്ടികൾ കല്ലെടുത്തെറിയുക. ഓരോ ഏറിനും മാങ്ങ താഴെ വീഴുന്നു. ചില ഏറ് മാങ്ങായലല്ല കൊള്ളുന്നത്, മാവേലാണ് കൊള്ളുന്നത്. അപ്പം അദ്ദേഹം ഭാവനെ കാണുക, മാവുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇദ്ദേഹം അവിടെ നിന്നപ്പോൾ മാവ് പറഞ്ഞു, ഭയങ്കര വേദനയാണ്, മാങ്ങ കൊണ്ടുപോക്കോട്ടെ, എന്നെ എന്തിനെ എറിഞ്ഞ് ഉപദ്രവിക്കുന്നത്? ഈ കല്ലെല്ലാം കൂടെ വന്ന് എൻ്റെ ദേഹത്തല്ലേ കൊള്ളുന്നത്? ഇങ്ങനെ പറഞ്ഞപ്പം സാധു സുന്ദർ സിംഗ് അവിടെ ശാന്തമായി നിൽക്കുന്നു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയണം, മാങ്ങായലേ എറിയാവുള്ളൂ. വീണ്ടും ഏറ് വന്ന് സഹികെട്ടപ്പം മാവ് പറഞ്ഞു, ഇനി എന്നെ എറിഞ്ഞാണ്ടല്ലോ ഞാനും തിരിച്ച് എറിയും. ഇപ്പം കുട്ടികൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, എറിയാൻ നിൻ്റെ കല്ലുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വല്ലവരും കല്ലെടുത്തെറിയും, എൻ്റെ കല്ലുണ്ടോ? തിരിച്ചറിയുന്നതിൻ്റെ കാരണം എന്നാ? എന്താ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയല്ലോ? നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞ, മാവിൻ്റെ കാര്യമല്ലേ? കല്ലുണ്ടേലല്ലേ എറിയാൻ പറ്റത്തുള്ളൂ. എറിയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ കയ്യിൽ വേണ്ടൊക്കെ ഉണ്ട്. എറിയുന്നവർക്ക് ഫലം കൊടുക്കാൻ പറ്റുമോ? ആ മാവ് ചെയ്യുന്നത് നല്ലൊരു ഡ്യൂട്ടിയല്ലേ? ആരെറിഞ്ഞാലും അവർക്ക് എന്തോ കൊടുക്കുക, ഒരു ഫലം കൊടുക്കുക. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, തിരിച്ചറിയാൻ എൻ്റെ കല്ലല്ല വേണ്ടത്, എന്നെ എറിയുന്നവർക്ക് ഫലം കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവം അതല്ലേ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സ്തോത്രം ചെയ്യുന്നവർക്ക് വേണ്ടി സ്വർഗം തുറക്കും. ആ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടല്ലോ. കോപപരവശരായി കല്ലെടുത്തുകൊണ്ട് തൻ്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവേ, ഈ പാപം അവർക്ക് നിർത്തരുത്. അതിൻ്റെ അർത്ഥം ഇത് കണക്കിടരുത് എന്ന് പറഞ്ഞ് ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭക്തന് വേണ്ടി സ്വർഗം തുറന്നു. ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായ വചനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധിയുടെ നടുവിൽ നീ വാ തുറന്നാൽ, നീ സ്തോത്രം ചെയ്താൽ, ആരാധിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം സ്വർഗം തുറക്കും. മറ്റാരും നിന്നെ കണ്ടില്ലെങ്കിലും, മറ്റൊരു വാതിലും തുറന്നില്ലെങ്കിലും, എനിക്കിതിൽ പരമൊരു വാതിൽ ഏതാ വേണ്ടിയത്? ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് വേണ്ടി തുറക്കുന്നൊരു സ്വർഗമുള്ളതിനായി സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 9-ാം വാക്യം കൂടെ വായിച്ചോളൂ. സോറി, 10-ാം വാക്യം, 9 അല്ല 10. കർത്തൃ ദിവസത്തെ ഞാൻ ആത്മാവിലായി. യോഹന്നാൻ അപ്പോസ്തലന്റെ ചരിത്രമാണ്. നമുക്ക് ചരിത്രമൊക്കെ അറിയാം, വിശദീകരിക്കുന്നില്ല. ഈ യോഹന്നാൻ ഇപ്പം പത്മോസിലായിരിക്കുക. പത്മോസിൻ്റെ ഏകാന്തത, ഒത്തിരി വിശദീകരണങ്ങളൊക്കെ അതേക്കുറിച്ചുണ്ട്. തടവുകാരെ നേരിട്ട് കൊല്ലാൻ വയ്യാത്തത് കൊണ്ട് കിടന്ന് ചത്തോട്ടെന്നും പറഞ്ഞ് അന്നത്തെ റോമൻ ഗവൺമെൻറ് കയറ്റിവിടുന്ന ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ഏതാണ്ട് 90-ലധികം പ്രായമുള്ള യോഹന്നാൻ തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്നും സംഭവിക്കാഞ്ഞപ്പോൾ ഈ രാജാവ് ഭയപ്പെട്ടു പോയി, കൊല്ലണ്ട, തന്നെ ചത്തോട്ടെന്ന് പറഞ്ഞു വിട്ടതാണ്. ഇവിടെ വിഷപ്പാമ്പുകളുണ്ട്, വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുണ്ട്,
ആഹാരമില്ലാത്ത അവസ്ഥയുണ്ട്, പട്ടിണി കിടന്ന് കഴുകന്മാർ കൊത്തിപ്പറിച്ചോ വിഷപ്പാമ്പ് കടിച്ചോ ചത്തോട്ടെ എന്ന് പറഞ്ഞ് യോഹന്നാനെ പത്മോസിലാക്കിയപ്പോൾ ഈ പത്മോസിൽ യോഹന്നാൻ ചെയ്ത കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. കർത്തൃദിവസം ഞാൻ ആത്മവിവശതയിലായി അഥവാ ആത്മാവിലായി. വിവശത എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് ആത്മാവിലായി. പ്രശ്നത്തിൻ്റെ നടുവിൽ ആത്മാവിലായി. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൊടുത്ത് വായിക്കാമോ? മതി. സ്വർഗത്തിലൊരു വാതിൽ ആർക്കു വേണ്ടിയാ? പ്രശ്നത്തിൻ്റെ നടുവിൽ ആത്മാവിലായവന് വേണ്ടി, അഥവാ ആ വാചനത്തിലേക്ക് നമ്മൾ വന്നോട്ടെ, വാ തുറന്നവന് വേണ്ടി. ആത്മാവിലാകുമ്പോൾ നമുക്കറിയാമല്ലോ, അറിയാതെ അന്യഭാഷകൾ സംസാരിക്കും. അല്ല, അന്യഭാഷ കിട്ടാത്തവർ സ്വന്തം ഭാഷകൾ സംസാരിക്കും. ആത്മാവിലാകുമ്പോൾ നമ്മൾ അവരും മൗനമായിരിക്കത്തില്ല. കർത്തൃദിവസത്തിൽ വാ തുറന്നവന് വേണ്ടി സ്വർഗത്തിലൊരു വാതിൽ തുറന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? നീ പ്രശ്നത്തിൻ്റെ നടുവിൽ വാ തുറന്നാൽ, യെസ് ഹല്ലേലൂയ, വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചാൽ, വാ തുറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി സ്തോത്ര ബഹുമാനം അർപ്പിച്ചാൽ, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ഈ ഭൂമിയിൽ ആരും വാതിൽ തുറന്നില്ലെങ്കിലും ഡൊമീഷ്യൻ ചക്രവർത്തി നിന്റെ വാതിൽ അടച്ചു. നീ ഇനി മടങ്ങണ്ട, എഫെസോസിലേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞ് വാതിൽ അടച്ചപ്പോൾ, നീ വാ തുറന്ന് സ്തോത്രം ചെയ്തപ്പോൾ, ഡൊമീഷ്യനേക്കാൾ വലിയ ചക്രവർത്തി സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു. കൃപ, ദൈവകൃപ. ഈ വാതിൽ തുറന്നുള്ള ഒരു ഗുണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാനോട് എന്ന് ചോദിച്ചേ, അപ്പോസ്തല, സ്വർഗത്തിൽ അങ്ങയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ആ പാമ്പ് ഏത് ടൈപ്പായിരുന്നു? അപ്പോസ്തലൻ എന്താ പറയും? ഞാൻ കണ്ടില്ല. വട്ടമിട്ട് റാഞ്ചിക്കൊണ്ട് പോകുമെന്ന കഴുകൻ്റെ വലിപ്പം എന്തുവാ? നേരെന്താ പറയും? ഞാൻ കണ്ടില്ല. ആ കാറ്റും ആ തിരമാലയുടെ ശബ്ദമൊക്കെ പേടിപ്പിക്കുന്നതല്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. കാരണം എന്നാ? വാ തുറന്നവൻ വേറൊരു കാഴ്ച കണ്ടു. എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പം ദൈവമക്കളെ ചോദിച്ചോട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ് പലതിനെ കാണുന്നത്? ചില കാറ്റും തിരമാലയും ഹുങ്കാര ശബ്ദവും ചിറകടിച്ചു പറക്കുന്നതും ഇഴഞ്ഞു വരുന്നതിനെയൊക്കെ കാണുന്നതിൻ്റെ കാരണം എന്നാ? മുമ്പ് അവിടെ മരിച്ചുപോയവരുടെ തലയോട്ടികളും അസ്ഥികൂടങ്ങളും ചിതറിക്കിടക്കുന്നതൊക്കെ കാണുന്നതിൻ്റെ കാരണം എന്നാ? വാ തുറക്കാത്തോണ്ടാ. യെസ് ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൂത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ദൈവകരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? വാ തുറക്കാൻ തയ്യാറാകാമോ? നമ്മൾ വാ തുറക്കേണ്ടതിൻ്റെ കാരണം, 1-ാം കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ബാധ്യസ്ഥനാണ്. മിസ്രൈമിൽ നിന്ന് എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, ആ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ വാ തുറന്നേ മതിയാകത്തുള്ളൂ. എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. എൻ്റെ തോളിൽ നിന്ന് ചുമട് മാറി. പിശാച് എടുത്തു വച്ചിരുന്ന പല ചുമട് എൻ്റെ തോളിൽ നിന്ന് മാറ്റി. ഞാൻ ചുമന്നുകൊണ്ടിരുന്ന പല ഭാരങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒഴിച്ചു മാറ്റി. എന്നെ ഈ നിലയിലെത്തിച്ചെങ്കിൽ ഞാൻ വാ വിസ്താരത്തെ തുറന്നേ മതിയാകത്തുള്ളൂ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് എല്ലാ പ്രിയപ്പെട്ട ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ധ്യാനത്തോട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ പന്തിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവേ, ഇതിനുള്ള യോഗ്യത എന്തായിരുന്നു? ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തികളോ, എൻ്റെ പിതാക്കന്മാരോ എൻ്റെ കുടുംബക്കാരോ പാരമ്പര്യമായി ചെയ്ത എന്തെങ്കിലും നന്മ പ്രവൃത്തികളോ അല്ലല്ലോ കർത്താവേ. അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ കാൽവറി ക്രൂശിലെ ആ രക്തമാണ്, അങ്ങയുടെ ക്രൂശ് മരണമാണ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ആ ഭാരമുള്ള ചുമട് എൻ്റെ തോളിൽ നിന്ന് എടുത്തു മാറ്റിയത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ, ഇന്ന് പകൽ വിളിച്ചു പറ, കർത്താവേ, എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് വാ തുറന്നേ പറ്റത്തുള്ളൂ. ആ ബോധ്യമുള്ളവർ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അന്യഭാഷകൾ ആരാധിക്കാൻ കഴിയുന്നവർ അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചാട്ട്, കർത്താവേ, ഞാൻ എൻ്റെ വാ തുറക്കുമ്പോൾ എൻ്റെ വായെ നിറയ്ക്കാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാനത് മനസ്സിലാക്കുന്നു. എൻ്റെ വായെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമേ, ഇന്ന് പകൽ വാ തുറക്കാനുള്ള കൃപ എനിക്ക് തരണമേ.
ആരും മൗനമായിരിക്കരുത്. ഇത് മൗനമായിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾ ദൈവസന്നിധിയെ അലക്ഷ്യമാക്കരുത്. വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ദൈവം നിങ്ങളുടെ വായെ നിറയ്ക്കാൻ പോവുക. യേശുവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങയുടെ നാമം സകല നാമത്തിന് മേലായ നാമം ഈ പകൽ കർത്താവേ ഞങ്ങളുടെ നടുവിൽ ഉയരട്ടെ. ഇന്നൊരു പകൽ ദൈവമക്കളെ ആത്മാവിൽ അതൂതി ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നീ വാ തുറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ നിന്റെ വായ നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. രക്തം ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കൃപ, ദൈവകൃപ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവേ ഇന്ന് പകൽ ഈ ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ, വാ തുറക്കുന്നവരുടെ മേൽ കർത്താവെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം അവിടുന്ന് ആകിയ സ്തോത്രം. ശാരീരിക ക്ലേശങ്ങളോട്, മാനസിക ഭാരങ്ങളോട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട്, തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് ഇന്ന് പകൽ ഇതിന്റെ നടുവിലായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ കർത്താവെ അവരെ തൃപ്തി വരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ ഒന്നടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ഈ ശുശ്രൂഷ മധ്യേ വാ തുറന്നാൽ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസന. കർത്താവ് വാക്ക് മാറ്റത്തില്ല. വാ തുറന്നാൽ തുറന്നവരെ ദൈവം നിറച്ചിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിലാണോ നിങ്ങൾക്ക് നിറവ് ആവശ്യം, അവിടെയൊക്കെ ദൈവം നിറച്ചിട്ടുണ്ട്. വിശ്വസിച്ചതങ്ങ് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ കൃപ തുറന്നുള്ള നിമിഷങ്ങൾ നമുക്ക് അനുഭവിക്കാനിടയാകട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ വിസ്താരത്തിൽ തുറക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഞങ്ങളെ നിറയ്ക്കുന്നൊരു ദൈവം, ഞങ്ങൾ വാ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നൊരു സ്വർഗം, ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗത്തിൻ്റെ വാതിൽ കർത്താവെ കാണുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ കാണത്തില്ലല്ലോ. യെസ്, ഹല്ലേലൂയ. രണ്ടും കൂടെ ഞങ്ങൾക്കൊന്നിച്ച് കാണാൻ കഴിയത്തില്ല കർത്താവെ. ഞങ്ങൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ വളരെ വലുതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പലതും മാറിപ്പോകും, മറഞ്ഞു പോകും, അറിയാതെ പോകും. കർത്താവെ, ഈ ദിവസങ്ങൾ ഞങ്ങൾക്കതിനുള്ള കൃപ തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രകാരം ചെയ്യുന്ന ദൈവമാകിയ സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.